സംസ്ഥാനത്ത് ആദ്യമായി കാപ്പ കേസ് പ്രതിയായ ജനപ്രതിനിധിയുടെ സത്യപ്രതിജ്ഞ ജയിലിൽ നടന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി കൗൺസിലർ ആർ സുഗതനാണ് വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. യഥാർത്ഥമായ വിശ്വാസവും ആശങ്കയോ മമതയോ വാത്സല്യമോ ഉദ്ദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുന്നു. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വിയൂർ സെൻട്രൽ ജയിലിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തിരുവനന്തപുരം മേയർ വി രാജേഷ് കൌൺസിലർ ആർ സുഗതന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈശ്വരനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, കോർപ്പറേഷൻ സെക്രട്ടറി മുഹമ്മദ് ഷാഫി, വിയൂർ ജയിൽ സൂപ്രണ്ട് RS രാജേഷ് കുമാർ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കുമാർ, സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കൃത്യസമയത്ത് തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കി സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ മേയർ വി രാജേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഉത്തരവനുസരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ ആർ സുഗതൻ ഒരു തവണ കൂടി സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള സാഹചര്യമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ വിയൂർ സെൻട്രൽ ജയിലിലാണ് അദ്ദേഹം ഇപ്പോൾ കിടക്കുന്നത്. അവിടെ വന്ന് ജയിൽ സൂപ്രണ്ടിന്റെയും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ സാന്നിധ്യത്തിൽ ആ ചടങ്ങ് നിർവഹിച്ചു. ഹൈക്കോടതി ഉത്തരവ് പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായിട്ട് നടപ്പിലാക്കി. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയും അതോടൊപ്പം തന്നെ കേരള ഹൈക്കോടതിയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൗൺസിലറുടെ അഭിഭാഷക സംഘം അക്കാര്യങ്ങളുടെ വിശകലനം ചെയ്ത് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിൽ വരുന്ന ഉത്തരവുകൾ അനുസരിച്ച് ആ ഉത്തരവുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് കോർപ്പറേഷന്റെ ദൗത്യം. ഞങ്ങൾ അക്കാര്യങ്ങൾ ചെയ്യും. കൗൺസിലർ യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇക്കാര്യങ്ങളെല്ലാം കോടതിയുടെ പരിഗണനയിലാണെന്ന് പറഞ്ഞു. ഇക്കാര്യത്തിൽ കൗൺസിലറുടെ അഭിഭാഷക സംഘം അതിന് നേതൃത്വം നൽകും. കൗൺസിലർ അവധി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും അക്കാര്യത്തിൽ ലീഗൽ ഒപ്പീനിയൻ തേടിയിരിക്കുകയാണെന്നും കൗൺസിലറുടെ അഭാവത്തിൽ ഡിവിഷനിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും മേയർ എന്ന നിലയിൽ താൻ തന്നെ നേരിട്ട് നേതൃത്വം നൽകുമെന്നും വി രാജേഷ് മറുപടി നൽകി. കാപ്പ കേസ് കേരളത്തിൽ മാത്രമേയുള്ളൂ. ഇതിനേക്കാൾ കേസുള്ളവരാണ് പലരും. ഇതിന്റെയെല്ലാം അന്തിമ മറുപടി പറയേണ്ടത് കോടതിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളിൽ നിന്ന് ഒരിഞ്ചു പോലും പുറകോട്ട് പോകില്ലെന്നും മേയർ പറഞ്ഞു. കാപ്പ ആക്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളൊക്കെ തന്നെ ഈ നിൽക്കുന്ന എല്ലാവരും കോർപ്പറേഷനിലിരിക്കുന്ന പല കൗൺസിലർമാരും ഒക്കെ തന്നെ രാഷ്ട്രീയമായി പലതരത്തിലുള്ള സമരങ്ങളിലും ഒക്കെ പങ്കെടുത്തതിൻ്റെ കേസുകൾ പ്രതികളാണ്. എണ്ണമേറിയും കുറഞ്ഞുവരിക്കും. ഇപ്പോൾ ഈ പറയുന്ന പലരെക്കാളും കൂടുതൽ കേസ് ഉള്ളവരാണ് ഈ നിൽക്കുന്ന എൻ്റെ ഇടത് വലത് ഭാഗത്ത് നിൽക്കുന്നവരും. എൻ്റെ കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രവർത്തിക്കുന്ന കൗൺസിലർമാർ ഏറെക്കുറെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തൊക്കെ ഉള്ളവരുണ്ട്. അതിൻ്റെയൊക്കെ ഫൈനലി അതിൻ്റെ അഭിപ്രായം പറയേണ്ട ബഹുമാനപ്പെട്ട കോടതികളാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള പ്രതിപക്ഷം പറയുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രതികരിക്കേണ്ടതായിട്ടുള്ളൂ. TCV ന്യൂസ്, തൃശൂർ.